Hello friends, welcome to Reno Mariam Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മാപ്പിങ്ങിൻ്റെ മൂന്നാമത്തെ സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉക്രൈൻ, റഷ്യ, അതുപോലെ തന്നെ അസർബൈജാൻ, അർമേനിയ റീജിയൻസിനെ കുറിച്ചാണ്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ടെറിട്ടറീസും പ്രധാനപ്പെട്ട റിവേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും പുതിയതായി നമ്മുടെ വീഡിയോയിലോട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാപ്പിങ്ങിൻ്റെ ആദ്യത്തെ 2 ടോപ്പിക്സ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ റിനോ മറിയം ടോക്സിൽ തന്നെ മാപ്പിംഗ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ 2 ക്ലാസ്സസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് നോക്കാം ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ്. ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് ആണ് റഷ്യ, ബെലാറസ്, പോളണ്ട്, സ്ലോവാക്യ, ഹംഗറി, റൊമേനിയ ആൻഡ് മോൾഡോവ. അപ്പോൾ ഈ 3 നേഷൻസ് ആണ് നമ്മുടെ ഉക്രൈനെ ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസിനെ നമ്മൾ ഓർക്കാനായിട്ട് ഒരു കോഡൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ പഠിച്ചവർ ഒന്ന് മനസ്സിലാലോചിക്കുക ആ കോഡ്, പുതിയ ആൾക്കാർ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് ഓർക്കാനായിട്ടുള്ള കോഡാണ് റഷ്യയും റഷ്യയുടെ ലവറും. ലവർ എന്ന് പറയുമ്പോൾ റൊമാൻസ് എന്ന് ഓർക്കുക. അപ്പോൾ റൊമേനിയ. റഷ്യയും റഷ്യയുടെ ലവറും. ലവർ എന്ന് പറയുമ്പോൾ റൊമാൻസ്, റൊമേനിയ. അവർ തമ്മിൽ വിശന്നപ്പോൾ വിശക്കുക ഹംഗറി, വിശക്കുക ഹംഗറി. അപ്പോൾ ഹംഗറി വിശന്നപ്പോൾ മാൾഡോവ ബിസ്ക്കറ്റിന് വേണ്ടി, ഇപ്പം മാൾട്ടോന്റെ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ ഓർത്താൽ മതി. ഇപ്പം മാൾഡോവ ബിസ്ക്കറ്റിന് വേണ്ടി അടി ഉണ്ടാക്കി. പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ സ്ലോവാക്യ. പോളേട്ടം വന്നു, അപ്പോൾ പോളണ്ട്. അദ്ദേഹം അവരെ ബലം പിടിച്ചു മാറ്റി, അപ്പോൾ ബെലാറസ്. അപ്പോൾ ഉക്രൈനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് നമ്മൾ പറഞ്ഞ കഥയിലൂടെ ഒന്ന് ഓർത്തു വെക്കാം. റഷ്യയുടെ ലവർ റൊമേനിയ, വിശന്നപ്പോൾ ഹംഗറി, മോൾഡോവ ബിസ്ക്കറ്റിന് വേണ്ടി അടിയുണ്ടാക്കി, അപ്പോൾ മോൾഡോവ. പ്രശ്നം സോൾവ് ചെയ്യാൻ അപ്പോൾ സ്ലോവാക്യ, പോളേട്ടം വന്നു, പോളണ്ട്. അദ്ദേഹം അവരെ ബലം പിടിച്ചു മാറ്റി, അപ്പോൾ ബെലാറസ്. ഇനി ആരും ഉക്രൈൻ്റെ ബോർഡർ തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഉക്രൈനിൽ ഉള്ള ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറീസിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഉക്രൈനിൽ വരുന്ന ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറീസ് ആണ്. ഒന്ന് ഡോൺബാസ് എന്ന് പറയും. അപ്പോൾ ആ പേരുകൾ എഴുതി വെച്ചോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പ്ലേസസ് നിങ്ങൾക്ക് തരും, അപ്പുറത്തെ സൈഡിൽ ആ നേഷൻസും തരും. അപ്പോൾ ഡോൺബാസ് ഉക്രൈനിലാണ്. ഡോൺബാസ് എന്ന് പറയുന്ന റീജിയൻ ആക്ച്വലി ഉക്രൈനിൽ റഷ്യൻ സെപ്പറേറ്റിസ്റ്റുകൾ ഉള്ള ഒരു സ്ഥലമാണ്. ഉക്രൈൻ റഷ്യ ഇഷ്യൂസ് നടക്കുമ്പോൾ അവിടെ സെപ്പറേറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ റഷ്യ ബാക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതുമായി റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഇനി ഈ ഡോൺബാസിൽ തന്നെ 2 റീജിയൻസ് ആണ്. ഡോൺസ്തെക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡോൺസ്തെക്ക് എവിടെയാണ്? ഡോൺസ്തെക്കും അതുപോലെ തന്നെ ലുഹൻസ്കും. ഇതും ഉക്രൈനിലെ സ്ഥലങ്ങളാണ്. ഇവിടെ റഷ്യൻ സെപ്പറേറ്റിസ്റ്റുകൾ ഒരു ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക്കിനായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഡോൺബാസ്, ഡോൺസ്തെക്ക്, ലുഹൻസ്ക്, ഇത് 3 സ്ഥലങ്ങളും ഉക്രൈനിലാണ്. കെയിൽ അവസാനിക്കുകയാണെങ്കിൽ മിക്കവാറും അത് റഷ്യ ഉക്രൈൻ റീജിയൻ ആയിരിക്കും. അവിടുത്തെ ഭാഷയുടെ പ്രത്യേകതയാണ് അത്. ഇനി ഇത് കൂടാതെ ഉക്രൈനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സാപ്പോറിസിയ. ഓൾറെഡി UPSC ചോദിച്ചാൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് സാപ്പോറിസിയ. ഓക്കെ. അപ്പോൾ സാപ്പോറിസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഉക്രൈനിൽ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഉക്രൈൻ റഷ്യ ഇഷ്യൂ നടന്നപ്പോൾ ഈ സാപ്പോറിസിയ റഷ്യ പിടിച്ചെടുത്തു. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഉക്രൈനിലെ സ്ഥലമാണ് കെർസോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഡോൺബാസ്, ഡോൺസ്തെക്ക്, ലുഹൻസ്ക്, സാപ്പോറിസിയ, കെർസോൺ. ഇതെല്ലാം തന്നെ ഉക്രൈനിൽ ഇഷ്യൂസ് നടക്കുന്ന ഏരിയാസ് ആണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ ഈ സാപ്പോറിസിയയും കെർസോണും ഇത് രണ്ടും നീപ്പർ റിവറിന്റെ തീരത്താണ്. ഏത് റിവറിന്റെ തീരത്താണ്? നീപ്പർ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. അപ്പൊ നീപ്പർ റിവറിന് നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം നീപ്പർ റിവറിനെ കുറിച്ച്. ഇതാണ് നീപ്പർ റിവർ. അപ്പൊ നീപ്പർ റിവർ ഒഴുകുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒഴുകുന്നതാണ്
നീപ്പർ റിവർ. നീപ്പർ റിവർ ഉക്രൈൻ്റെ ഏകദേശം മിഡിലൂടെയാണ് കടന്നു പോകുന്നത്. നീപ്പർ റിവർ ഉക്രൈനെ വെസ്റ്റേൺ എന്നും ഈസ്റ്റേൺ എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് വെസ്റ്റ് ഈസ്റ്റ് ആയിട്ട് നമ്മുടെ ഉക്രൈനെ 2 ഭാഗങ്ങളായി തിരിക്കുന്ന ഒരു നദിയാണ് നീപ്പർ റിവർ. അപ്പം നീപ്പർ റിവറിനെ കുറിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഇന്റർനാഷണൽ റിവേഴ്സ് ന്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം കോങ്കോ റിവർ ബേസിന് ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് UPSC ചോദിക്കുകയുണ്ടായി. പിന്നെയുള്ള വർഷങ്ങളിൽ നമുക്ക് ഇന്റർനാഷണൽ റിവേഴ്സ് പ്രതീക്ഷിക്കാം. ഈ നീപ്പർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഇത് ഒറിജിൻ ചെയ്യുന്നത് വാൾഡേ ഹിൽസ് എന്ന് പറയുന്ന ഒരു ഹിൽസിൽ നിന്നാണ്. വാൾഡേ ഹിൽസ്. ഈ വാൾഡേ ഹിൽസ് റഷ്യയിലാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, വാൾഡേ ഹിൽസ് ഇൻ റഷ്യ. അവിടെ നിന്നാണ് നീപ്പർ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഫ്ലോസ് ത്രൂ. എവിടെയൊക്കെയാണ് ഒഴുകുന്നത്? ഇറ്റ് ഫ്ലോസ് ത്രൂ 3 സ്ഥലങ്ങളിൽ കൂടെയാണ് ഒഴുകുന്നത്. ഇവിടെ നിന്ന് ഒഴുകുന്ന നദി നിങ്ങൾക്ക് കാണാം, റഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച് ബെലാറസ് വഴി ഉക്രൈൻ വഴി ഒഴുകിയാണ് ബ്ലാക്ക് സീയിൽ ചേരുന്നത്. അപ്പോൾ ഇറ്റ് ഫ്ലോസ് ത്രൂ, മെയിനായിട്ട് ഇത് ഫ്ലോ ചെയ്യുന്നത് റഷ്യ, അതുപോലെ ബെലാറസ്, ദെൻ ഉക്രൈൻ. ഇത്രയും സ്ഥലത്തേക്കൂടെയാണ് ഇത് ഒഴുകുന്നത്. ഇപ്പോൾ റഷ്യ, ബെലാറസ്, ഉക്രൈൻ ഈ 3 സ്ഥലങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഇനി ഡ്രെയിൻസ് ഇൻ ടു, എവിടെ ചെന്നാണ് ഡ്രെയിൻ ചെയ്യുന്നത്? ഡ്രെയിൻ ചെയ്യുന്നത് ബ്ലാക്ക് സീയിലാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇറ്റ് ഡ്രെയിൻസ് ഇൻ ടു, ഡ്രെയിൻ ചെയ്യുന്നത് ബ്ലാക്ക് സീയിലാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഡ്രെയിൻസ് ഇൻ ടു ബ്ലാക്ക് സീ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇത്രയാണ് നമുക്ക് നീപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് ഈ നീപ്പർ റിവർ ഇങ്ങനെ വെസ്റ്റ് നിന്ന് ഈസ്റ്റ് നിന്ന് തിരിക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത? ഈ ഉക്രൈൻ്റെ വെസ്റ്റിൽ കിടക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ യൂറോപ്യൻ ചായ്പുള്ള ആൾക്കാരാണ്. എന്നാൽ അതേസമയം നീപ്പർ റിവറിൻ്റെ ഈസ്റ്റിൽ കിടക്കുന്ന ആൾക്കാർ അവർക്ക് കുറച്ചും കൂടെ പ്രോ റഷ്യ ആയിട്ടുള്ള ആൾക്കാരാണ്. റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ജനതയാണ് ഈസ്റ്റിലുള്ളത്. വെസ്റ്റിലുള്ളവരാണെങ്കിൽ റഷ്യനെ എതിർക്കുന്ന ജനതയുമാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഉക്രൈനിലെ പ്രധാനപ്പെട്ട ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് നമ്മൾ പറഞ്ഞു. നീപ്പർ റിവറിനെ കുറിച്ച് പറഞ്ഞു. നീപ്പർ റിവർ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്താണ് ദാനുബെ റിവർ. ദാനുബെ റിവറിന്റെ പ്രത്യേകത എന്താ? യൂറോപ്പിലൂടെ ഒഴുകുന്ന സെക്കൻഡ് ലോങ്സ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ് ദാനുബെ. യൂറോപ്പിലൂടെ ഒഴുകുന്ന സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ് ദാനുബെ. ദാനുബെ റിവറും ചെന്ന് ചേരുന്നത് അല്ലെങ്കിൽ ഇതും ഡ്രെയിൻ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇതും ഡ്രെയിൻ ചെയ്യുന്നത് ബ്ലാക്ക് സീയിലോട്ടാണ്. ഡ്രെയിൻസ് ഇൻ ടു എന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഡ്രെയിൻസ് ഇൻ ടു ബ്ലാക്ക് സീ. ബ്ലാക്ക് സീയിലോട്ട് തന്നെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, ജർമ്മനിയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. 2 നദികൾ ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയൻ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണ്, പക്ഷേ ഡ്രെയിൻ ചെയ്യുന്നത് ബ്ലാക്ക് സീയിലാണ്. ഇനി ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടെ പോകുന്നുണ്ട്? നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക് ഇല്ല, ഓസ്ട്രിയ, സ്ലോവാക്യ, ഹംഗറി, സെർബിയ, അതുപോലെ തന്നെ ക്രൊയേഷ്യ, റൊമേനിയ, ബൾഗേറിയ, പിന്നെ നമ്മുടെ ഉക്രൈൻ, മോൾഡോവ. ഇത്രയും സ്ഥലങ്ങളിൽ കൂടെയാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ ജർമ്മനി, അതുപോലെ തന്നെ ഓസ്ട്രിയ, സ്ലോവാക്യ, ഹംഗറി, ക്രൊയേഷ്യ, സെർബിയ, റൊമേനിയ, ബൾഗേറിയ, മോൾഡോവ ആൻഡ് ഉക്രൈൻ. ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ ഈ നദി ഒഴുകി ഫൈനലി ബ്ലാക്ക് സീയിൽ ചെന്ന് ചേരും. ഇനി ദാനുബെ റിവറിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഓർത്തിരിക്കുക. അതായത് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഇൻ യൂറോപ്പാണ്. ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച് ബ്ലാക്ക് സീ ചെന്ന് ട്രെയിൻ ചെയ്യുന്നു. പിള്ളേരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ റിവേഴ്സിന്റെ ഡ്രെയിനേജ് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇതിനു മുമ്പ് UPSC വോൾഗ റിവർ എവിടെ ഡ്രെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുക, ദാനുബെ എവിടെ ചെന്ന ഡ്രെയിൻ ചെയ്യുന്നത്? ബ്ലാക്ക് സീ ആണ്. അതുപോലെ തന്നെ നീപ്പർ, അതും ബ്ലാക്ക് സീ തന്നെയാണ്. അടുത്ത സുലീന ചാനൽ. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസിൽ വന്നതാണ് സുലീന ചാനൽ. ഈ സുലീന ചാനൽ ഇരിക്കുന്നത് ശരിക്കും ദാനുബെ റിവറിലാണ്. നമ്മുടെ ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ സുലീന ചാനൽ. ഞാൻ പറഞ്ഞു ദാനുബെ റിവർ ഇങ്ങനെ റൊമേനിയയിൽ കൂടെ ഒഴുകി വരും. അങ്ങനെ റൊമേനിയയിൽ നിന്ന് ബ്ലാക്ക് സീയിലോട്ട് ദാനുബെ കിടക്കുന്ന ആ ചാനലിനെയാണ് സുലീന ചാനൽ എന്ന് പറയുന്നത്. അതിന്റെ തീരത്താണ് സുലീന എന്ന സിറ്റി ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സുലീന ചാനലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മുടെ ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീൽ അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ എന്നുള്ളത്. ഓക്കെ, ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ.
ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ. ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ പ്രകാരം നമ്മുടെ ഈ ഉക്രൈന് വേണ്ട ഗ്രെയിൻസ് അല്ലെങ്കിൽ ഫുഡ് റഷ്യ കൊടുക്കും എന്നതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ റഷ്യ ഉക്രൈൻ തമ്മിൽ അടിയായ സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് റഷ്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റഷ്യ ഈ ഒരു ഡീലിൽ നിന്ന് വിഡ്രോ ചെയ്തു. റഷ്യ ഫുഡ് കൊടുക്കാതെയായി. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ ഉക്രൈനിലോട്ട് കൊണ്ടുവരുന്ന ഫുഡ് ഉക്രൈനിൽ എത്തിക്കുന്നത് ഈ സുലീന ചാനൽ വഴി കയറി ദാനുബെ റിവറിലൂടെ ഷിപ്പ് പോയിട്ടാണ് ഇത് ഉക്രൈനിലെത്തുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് ഈ സുലീന ചാനൽ ഇവർ ബ്ലോക്ക് ചെയ്തു റഷ്യ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് സുലീന ചാനൽ ന്യൂസിൽ വരുന്നത്. അപ്പോൾ സുലീന ചാനൽ എന്ന് പറയുന്നത് ദാനുബെ റിവറിന്റെ ഡിസ്ട്രിബ്യൂട്ടറി ആണ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ദാനുബെ ചാനലിന്റെ മൗത്തിലാണ് സുലീന ചാനൽ ഇരിക്കുന്നത്. ഈ സുലീന എന്ന് പറയുന്നത് ബ്ലാക്ക് സീയിൽ നിന്ന് ദാനുബെ റിവറിലോട്ട് ഷിപ്പിന് കയറാനുള്ള ഒരു ഭാഗമാണ്, ഒരു നാവിഗേഷൻ റൂട്ടാണ് എന്നത് ഓർത്തിരിക്കുക. ഇത് ഈസ്റ്റേൺ റൊമേനിയയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുലീന ചാനൽ റൊമേനിയയുടെ ഭാഗം, ഈസ്റ്റേൺ റൊമേനിയയിലാണ്. ദാനുബെ റിവറിന്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ദാനുബെ റിവറിന്റെ മൗത്തിലാണ്. ഇതാണ് ദാനുബെ റിവറിന്റെ ബ്ലാക്ക് സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സുലീന ചാനൽ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് വോൾഗ റിവർ ആ വഴി ഒന്ന് വന്നതുകൊണ്ട് നോക്കിയിട്ട് പോവാം. നമ്മൾ പറഞ്ഞു ഇപ്പൊ ദാനുബെ റിവർ ആണെങ്കിലും നീപ്പർ റിവർ ആണെങ്കിലും ബ്ലാക്ക് സീയിലാണ് ചെന്ന് ചേരുന്നത് എന്ന് പറഞ്ഞു. ഇനി വോൾഗ റിവർ ഉണ്ട്. യൂറോപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലാർജസ്റ്റ് റിവർ ആണ് വോൾഗ എന്ന് പറയുന്നത്. വോൾഗ റിവർ മെയിൻ ആയിട്ട് ഒഴുകുന്നത് റഷ്യയിലൂടെ തന്നെയാണ്. എവിടെ ചെന്നാണ് വോൾഗ റിവർ ചേരുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെയാണ് ചെന്ന് ചേരുന്നത്. കാസ്പിയൻ സീയിലാണ് ചെന്ന് ചേരുന്നത്. കാസ്പിയൻ സീയിലാണ് ആര് ചെന്ന് ചേരുന്നത്? വോൾഗ റിവർ ചെന്ന് ചേരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. വോൾഗ റിവർ ഡ്രെയിൻ ചെയ്യുന്നത് കാസ്പിയൻ സീയിലാണ്. ഇനി അടുത്തത് നമ്മുടെ റഷ്യയാണ്. അപ്പോൾ റഷ്യനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റഷ്യനെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് ആണ് നോർവേ. കണ്ടോ, നോർവേ, ഫിൻലൻഡ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് എന്നാണ് നമ്മൾ പൊതുവെ പറയുക. പക്ഷെ ഇവിടെ സ്വീഡൻ എന്ത് ചെയ്യുന്നില്ല, ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. നോർവേയും ഫിൻലൻഡുമാണ് ഇവിടെ ബോർഡർ ഷെയർ ചെയ്യുന്നത്. നോർവേയും ഫിൻലൻഡും ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ 3 രാജ്യങ്ങൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. അപ്പോൾ ആദ്യം നോർവേയും ഫിൻലൻഡും, പിന്നെ 3 രാജ്യങ്ങൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, പിന്നെ ബെലാറസും പോളണ്ടും. ബെലാറസ് ആൻഡ് പോളണ്ട്. നെക്സ്റ്റ് ഉക്രൈൻ, ക്രിമിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ആരെ പറഞ്ഞത്? നോർവേ, ഫിൻലൻഡ്. പിന്നെ 3 രാജ്യങ്ങൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. പിന്നെ നമ്മൾ പറഞ്ഞത് പോളണ്ട്, ബെലാറസ്, ഉക്രൈൻ, ക്രിമിയ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ, ചൈന, മംഗോളിയ, നോർത്ത് കൊറിയ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നോർത്ത് കൊറിയക്ക് റഷ്യയുമായിട്ട് ബോർഡർ ഉണ്ട്. നമ്മളോട് പരീക്ഷയ്ക്ക് വെച്ചാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കില്ല, പക്ഷെ നോർത്ത് കൊറിയക്ക് ബോർഡർ ഉണ്ട് എന്നൊന്ന് ഓർത്തിരിക്കുക. അതേസമയം സ്വീഡന് ബോർഡർ ഇല്ല എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് കൊറിയയാണ് ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത്, കാരണം നോർത്ത് കൊറിയ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ 3 രാജ്യങ്ങൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. പിന്നെ ഫിൻലൻഡും നോർവേയും, പിന്നെ പോളണ്ടും ബെലാറസും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, കസാക്കിസ്ഥാൻ, ചൈന, അതുപോലെ തന്നെ മംഗോളിയ, ഉക്രൈൻ. ഇത് കൂടാതെ അസർബൈജാനും ജോർജിയയും കൂടെ വരുന്നുണ്ട്. ഈ അസർബൈജാൻ, ജോർജിയ വരുന്നത് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അസർബൈജാനും ജോർജിയയും അസർബൈജാനും. അപ്പൊ അതെന്തുകൊണ്ട് അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, റഷ്യ, അസർബൈജാൻ, അർമേനിയ, ജോർജിയ വരുന്ന ഈ ഒരു ഭാഗം, ഇവിടെയാണ് നമ്മുടെ കൊക്കേഷ്യസ് മൗണ്ടൻസ് ഇരിക്കുന്നത്. അപ്പോൾ കൊക്കേഷ്യസ് മൗണ്ടൻസിന്റെ പ്രത്യേകത എന്താ? കൊക്കേഷ്യസ് മൗണ്ടൻസ് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ തരംതിരിക്കുന്ന മൗണ്ടനസ് റീജിയൻ ആണ് കൊക്കേഷ്യസ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊക്കേഷ്യസ് മൗണ്ടൻസിന്റെ പ്രത്യേകത എന്താ? യൂറോപ്പിനെയും റഷ്യയും തമ്മിൽ തരംതിരിക്കുന്ന മൗണ്ടൻ റേഞ്ച് ആണ് കൊക്കേഷ്യസ് മൗണ്ടൻ റേഞ്ച്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇത് ബ്ലാക്ക് സീ മുതൽ കാസ്പിയൻ സീ വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു. ഈ ഫിഗർ നോക്കിയത് ഇപ്പുറത്തെ സൈഡിൽ ബ്ലാക്ക് സീ ആണ്, ഇവിടെ കാസ്പിയൻ സീ ആണ്. അപ്പോൾ കൊക്കേഷ്യസ് മൗണ്ടൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് സീ തുടങ്ങി കാസ്പിയൻ സീ വരെയാണ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗം ഏഷ്യയാണ്, മുകൾ ഭാഗം യൂറോപ്പാണ്, താഴ്ഭാഗം ഏഷ്യയാണ്. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ തരംതിരിക്കുന്ന മൗണ്ടൻ ആണ് കൊക്കേഷ്യസ് മൗണ്ടൻ. ഇവിടെ വരുന്ന രാജ്യങ്ങളാണ് ഏതെല്ലാം? റഷ്യ, ജോർജിയ,
അസർബൈജാൻ, അർമേനിയ. 4 രാജ്യങ്ങൾ മറക്കരുത്. റഷ്യ, ജോർജിയ, അസർബൈജാൻ ആൻഡ് അർമേനിയ. റഷ്യ, ജോർജിയ, അസർബൈജാൻ ആൻഡ് അർമേനിയ. ഇനി നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ നമ്മുടെ അസർബൈജാനും അർമേനിയയും തമ്മിൽ വർഷങ്ങളായിട്ട് ഇഷ്യൂ നടക്കുന്നുണ്ട്. 1990 തുടങ്ങി ഒരു സ്ഥലത്തിന് വേണ്ടി അവർ തമ്മിൽ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ UPSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതാണ് അസർബൈജാൻ. അസർബൈജാന്റെ തൊട്ടിപ്പുറത്താണ് അർമേനിയ കിടക്കുന്നത്. ഇവിടെ റഷ്യ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞു, റഷ്യയായിട്ട് അസർബൈജാനും ജോർജിയയ്ക്കും എന്തുണ്ട്, ബോർഡർ ഉണ്ട്. പക്ഷെ അർമേനിയക്ക് ബോർഡർ ഇല്ല എന്നൊന്ന് ഓർക്കുക. റഷ്യയുമായിട്ട് അർമേനിയക്ക് ബോർഡർ ഇല്ല, പക്ഷെ ജോർജിയ, അസർബൈജാന് ബോർഡർ ഉണ്ട്. ഇനി ഇവിടെ അർമേനിയ, അസർബൈജാൻ അടുത്തടുത്താണ് കിടക്കുന്നത്. അപ്പൊ ഈ അസർബൈജാന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാമായിരിക്കും, നഗോർണോ കറാബക്ക് എന്ന് പറയുന്ന ഒരു റീജിയൻ. നഗോർണോ കറാബക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഈ നഗോർണോ കറാബക്ക് എന്ന് പറയുന്ന റീജിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശരിക്കും ഇത് അസർബൈജാന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തെ ഭൂരിഭാഗം ജനതയും അർമേനിയൻ ആൾക്കാരാണ്. അതാണ് ഇവിടുത്തെ ഡിസ്പ്യൂട്ടിന്റെ കാരണം. അസർബൈജാന്റെ ഉള്ളിലാണ് നഗോർണോ കറാബക്ക്, ബട്ട് ദ പീപ്പിൾ ദോസ് ഹു ആർ ഇൻഹാബിറ്റിംഗ് ഇൻ ദിസ് റീജിയൻ ഈസ് അർമേനിയൻ പീപ്പിൾ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ അസർബൈജാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നഗോർണോ കറാബക്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം 1994 തുടങ്ങി നടക്കുന്ന പ്രശ്നമാണ്. അർമേനിയ, അസർബൈജാൻ തമ്മിൽ ഇഷ്യൂ ആയി. അർമേനിയ നഗോർണോ കറാബക്ക് 1994 പിടിച്ചെടുത്തു. പിന്നെ സീസ് ഫയർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യുദ്ധം അവിടെ കൊണ്ട് തീർന്നു. അഗൈൻ 2020 അസർബൈജാൻ വീണ്ടും സെക്കൻഡ് കറാബക്ക് വാർ എന്ന് പറഞ്ഞിട്ട് കറാബക്കിന് വേണ്ടി രണ്ടാമതൊരു വാർ 2020 നടത്തി. ആ വാറിന്റെ ഭാഗമായി കുറെ ഏരിയാസ് വീണ്ടും അസർബൈജാൻ പിടിച്ചെടുത്തു. അപ്പൊ വീണ്ടും അസർബൈജാൻ ഈ ലാസ്റ്റ് ഇയറും അവിടെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് നഗോർണോ കറാബക്കിൽ. അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് ന്യൂസിൽ വരുന്നത്. അപ്പൊ അർമേനിയ, അസർബൈജാൻ തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്ന സ്ഥലമാണ് നഗോർണോ കറാബക്ക്. അസർബൈജാന്റെ ഉള്ളിലാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ അർമേനിയൻ പീപ്പിൾ ആണ് അവിടെ വരുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തു ഉക്രൈനെ ചുറ്റുന്ന രാജ്യങ്ങൾ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഉക്രൈനിൽ വരുന്ന ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറീസ് ദോൺബാസ്, ദോൺസ്തക്ക്, ലുഹൻസ്ക്, സാപ്പോറിസിയ ആൻഡ് കെർസോൺ. സാപ്പോറിസിയയിലാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇനി സാപ്പോറിസിയ, കെർസോൺ ഇത് രണ്ടും നീപ്പർ റിവറിന്റെ തീരത്താണ്. എന്താണ് നീപ്പർ റിവറിന്റെ പ്രത്യേകത? ഉക്രൈനെ രണ്ടായിട്ട് വിഭജിക്കുന്ന റിവറാണ് നീപ്പർ റിവർ. നീപ്പർ റിവറിന്റെ വെസ്റ്റിലോട്ടുള്ള ആൾക്കാർ എഗെയിൻസ്റ്റ് റഷ്യയാണ്, ഈസ്റ്റിലോട്ടുള്ള ആൾക്കാർ പ്രോ റഷ്യൻ പീപ്പിൾ ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. നീപ്പർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു വാൽഡൈ ഹിൽസിൽ നിന്നാണ്. അത് റഷ്യ, ബെലാറസ്, ഉക്രൈൻ വഴി ബ്ലാക്ക് സീയിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ ബ്ലാക്ക് സീലാണ് നീപ്പർ റിവർ ചെന്ന് ചേരുന്നത് എന്ന് ഓർത്തിരിക്കുക. അതിന്റെ തീരത്താണ് സാപ്പോറിസിയ ആൻഡ് കെർസോൺ എന്ന് പറയുന്ന സിറ്റീസ്. ഇനി ഡാനുബെ റിവർ ആണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണ്. ജർമ്മനിയിൽ വെച്ച് 2 റിവേഴ്സ് ജോയിൻ ചെയ്താണ് ദാനുബെ ഫോം ചെയ്യുന്നത്. ദാനുബെ ചെന്ന് ചേരുന്നത് അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യുന്നത് ബ്ലാക്ക് സീയിലോട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ ഏതൊക്കെ നേഷൻസിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞു. ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവേക്യ, ഹംഗറി, അതുപോലെ തന്നെ ക്രൊയേഷ്യ, സെർബിയ, റൊമേനിയ, ബൾഗേറിയ. ഇത് കൂടാതെ മോൾഡോവ ആൻഡ് ഉക്രൈൻ. ഇത്രയും സ്ഥലങ്ങളിൽ കൂടെയാണ് ദാനുബെ റിവർ ഒഴുകുന്നത്. ദാനുബെ റിവറിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അതിന്റെ അറ്റത്തുള്ള ഒരു ചാനലാണ് സുലീന ചാനൽ. സുലീന ചാനൽ വഴിയാണ് ക്രിമിയയിലോട്ടും ഉക്രൈനിലോട്ട്, ക്രിമിയ അല്ല, എൻ്റെ വായിൽ ക്രിമിയ എന്നാണ് വരുന്നത്, സുലീന ചാനൽ വഴിയാണ് ഉക്രൈനിലോട്ട് നമ്മൾ ഗ്രെയിൻസും കാര്യങ്ങളും ഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ സുലീന ചാനൽ എന്ന് പറയുന്നത് ദാനുബെ റിവറിന്റെ എൻഡിലായിട്ട് വരുന്ന ഒരു ചാനലാണ്. ഓക്കെ, അത് ബ്ലാക്ക് സീയുമായിട്ട് ദാനുബെ റിവറിനെ കണക്ട് ചെയ്യുന്ന ചാനലാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് വോൾഗ റിവറാണ്, റഷ്യയിലെ ഏറ്റവും വലിയ റിവറാണ്. അത് ഡ്രെയിൻ ചെയ്യുന്നത് കാസ്പിയൻ സീയിലാണ്, അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ റഷ്യനെ എൻസർക്കിൾ ചെയ്യുന്ന നേഷൻസ്, അപ്പോൾ അതിൽ നോർവേ, ഫിൻലൻഡ് ഉണ്ട്, സ്വീഡൻ ഇല്ല. പിന്നെ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, ബെലാറസ്, പോളണ്ട്, ഉക്രൈൻ, ക്രിമിയ. പിന്നെ നമ്മൾ പറഞ്ഞു ജോർജിയ
ജോർജിയ, അസർബൈജാൻ, അത് ഓർത്തിരിക്കുക, ജോർജിയ, അസർബൈജാൻ, ദെൻ കസാക്കിസ്ഥാൻ, ചൈന, മംഗോളിയ, നോർത്ത് കൊറിയ. പിന്നെ നമ്മൾ എന്താ പറയുക, ജോർജിയ, അസർബൈജാനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൊക്കേഷ്യസ് മൗണ്ടൻ. കൊക്കേഷ്യസ് മൗണ്ടൻസ് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ തരംതിരിക്കുന്ന മൗണ്ടൻ ആണ്. ബ്ലാക്ക് സീ തുടങ്ങി കാസ്പിയൻ സീ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മൗണ്ടൻ ആണ്. 4 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്: റഷ്യ, ജോർജിയ, അസർബൈജാൻ ആൻഡ് അർമേനിയ. പിന്നെ നമ്മൾ പറഞ്ഞു അസർബൈജാനും അർമേനിയയും തമ്മിൽ അടി നടക്കുന്ന ഒരു സ്ഥലമാണ് നഗോർണോ കറാബക്ക്. അസർബൈജാന്റെ ഉള്ളിലാണ്, പക്ഷെ അതിൽ വരുന്നത് അർമേനിയൻ പീപ്പിൾ ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓപ്ഷൻസ് ഞാൻ കാണിക്കാം, ആദ്യം ഇത് വായിക്കാം. ഓക്കെ, വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് ഇതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ആൻസർ എന്താണ് എന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: റീജിയൻസ് ഇൻ ന്യൂസ് ആൻഡ് റീസൺസ് ഫോർ ബീയിങ് ഇൻ ന്യൂസ്. ഫസ്റ്റ് നോർത്ത് കിവു ആൻഡ് ഇട്ടൂരി, ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആഫ്രിക്കയിലെ ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് നോക്കും. അപ്പോൾ അത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് വരുന്നത്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ. അപ്പോൾ ഇത് തെറ്റാണ്. നഗോർണോ കറാബക്കാണ് ശരിക്കും അസർബൈജാൻ അർമേനിയ തമ്മിലുള്ള പ്രശ്നം, അപ്പോൾ ഇത് തെറ്റാണ്. ദെൻ ഖെർസോൺ സാപ്പോറിസിയ നമ്മൾ കണ്ടു, ഉക്രൈൻ ആൻഡ് റഷ്യ ഇഷ്യൂവിൽ വരുന്നത്, അപ്പോൾ ഇതും തെറ്റാണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, നണ്ണാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. സെഷൻ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്ലേസസ് ഇൻ ന്യൂസുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.